الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന, മുന്നോട്ടുള്ള യാത്രക്ക് തടസ്സമാകുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹുവിൻ്റെ വിധി എന്നോണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും എന്ന കാര്യത്തിൽ വിശ്വാസമുള്ളവരും ഉറച്ച ബോധ്യമുള്ളവരുമാണ് വിശ്വാസികളായ ഓരോരുത്തരും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളെ, പരീക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് അവന്റെ അടിമകളായ നമ്മെ പരീക്ഷിക്കുക, പ്രയാസപ്പെടുത്തുക എന്നത് മാത്രമല്ല, മറിച്ച് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ഉണ്ടാകുമ്പോൾ അനിവാര്യമായ പരിഹാരങ്ങളെ സംബന്ധിച്ച്, പോം വഴികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ലൊരു ശതമാനം ആളുകൾക്ക് പരീക്ഷണങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്നറിയാത്തതുകൊണ്ട് ജീവിതത്തിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിച്ച് കഴിയേണ്ട സാഹചര്യം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ, ബോധമുള്ളവരാണെങ്കിൽ ഏതവസ്ഥയിലും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നത്
ഒരുപാട് അനുഭവങ്ങൾ, ചരിത്രങ്ങൾ തെളിയിച്ച യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ കൂടുതലായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പെട്ടതാണ് വസ്വാസ് എന്നുള്ളത്. ദുഷിച്ച കുറേ തോന്നലുകൾ, തെറ്റായ കുറേ ചിന്തകൾ രാവിലും പകലിലും മനസ്സിനെ ബാധിക്കുന്നതിലൂടെ ദീനിയായ കാര്യങ്ങളെയും ദുന്യവിയായ വിഷയങ്ങളെയും നല്ല രൂപത്തിൽ അടുക്കും ചിട്ടയോടെ കൊണ്ടുപോവുക എന്നത് പല ആളുകൾക്കും പ്രശ്നമായി മാറാറുണ്ട്. സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് വാഹനം എടുത്തു പോകുമ്പോൾ, ചെറിയ പ്രാണികൾ, അതിന്റെ വലിപ്പം പോലും ഒരുപക്ഷെ കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രാണികൾ നമ്മുടെ കണ്ണുകളിലോ കാതുകളിലോ തലയിലോ എവിടെയെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക്, നാം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് അത് മുഖേന നമുക്കുണ്ടാകുന്ന പ്രയാസം, തടസ്സം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ എട്ടുകാലി ഉണ്ടാക്കി വെച്ച അതിന്റെ വീട്, മാറാല പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ എട്ടുകാലി വല പോലെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നമ്മുടെ ദേഹത്ത് പറ്റിയാൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, എന്തെന്നില്ലാത്ത ഒരു അലട്ടൽ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനേക്കാളൊക്കെ ഗൗരവകരമാണ്, അപകടകരമായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥ ശൈത്വാന്മാരിൽ നിന്നും മനുഷ്യ പിശാചുക്കളിൽ നിന്നും നമുക്കുണ്ടാകുന്ന വസ്വാസ്. അവർ കാരണമായി നമുക്കനുഭവപ്പെടുന്ന, നമുക്കുണ്ടാകുന്ന ദുഷിച്ച ചിന്തകൾ, തെറ്റായ തോന്നലുകൾ, അതിനാണ് വസ്വാസ് എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട, ആട്ടി അകറ്റപ്പെട്ട ശൈത്വാനിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്. എവിടെ വില കൊടുത്താലും വിലപേശിയാലും നമുക്ക് ലഭിക്കാത്ത ഒരു പരിഹാരമാണ്. ശപിക്കപ്പെട്ട ശൈത്വാൻ മുഖേനയാണ്, അവന്റെ കൂട്ടാളികൾ കാരണമായി, മനുഷ്യ പിശാചുക്കൾ കാരണമായി ഓരോരുത്തരും പരീക്ഷണത്തിൽ അകപ്പെടുക എന്ന കാര്യം സംശയമില്ലാത്തതാണ്, ഒട്ടും സംശയിക്കേണ്ടാത്ത വിഷയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നു സൂറത്തുൻ നാസ്, മനുഷ്യരെ പറ്റി പഠിപ്പിക്കുന്ന സൂറത്താണ്, ജനങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആ ജനങ്ങളുടെ റബ്ബ്, രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനെ ബാധിക്കാനിടയുള്ള തിന്മകൾ, തെറ്റുകൾ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ ഒരു ചെറിയ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ സൂറത്തിൽ കാണാ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തുന്ന പിശാചുക്കളിൽ നിന്ന്, ശൈത്വാന്മാരിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ആരോടാ നമ്മൾ കാവൽ തേടുന്നത്? ലോകത്തിന്റെ റബ്ബിനോടാണ്, ലോകത്തിന്റെ അധികാരിയോടാണ്.
ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, മാത്രവുമല്ല ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിൽ, ഒരു വസ്തുവിന്റെ മുമ്പിൽ, അലങ്കരിക്കപ്പെട്ട ഒരു സംവിധാനത്തിന്റെ മുമ്പിൽ മനസ്സിലെ സങ്കടങ്ങൾ, പരാതികൾ, പ്രശ്നങ്ങൾ പറയുക, പങ്കുവെക്കുക എന്നതല്ല. എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവായ, എല്ലാ സൃഷ്ടികളുടെയും അധികാരിയായ, എല്ലാ സൃഷ്ടികളുടെയും സംരക്ഷകനായ, ആരാധനക്ക് അർഹതപ്പെട്ട അള്ളാഹുവിനോട് നമ്മൾ പറയുന്നു, ശപിക്കപ്പെട്ടവന്റെ ദുർബോധനത്തിൽ നിന്ന് അള്ളാഹുവേ എനിക്ക് കാവൽ നൽകണം. പിന്നെയോ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സുകളിലാണ് തോന്നലുണ്ടാക്കുക. എനിക്കങ്ങനെ തോന്നിപ്പോയി, എന്താണെന്നറിയില്ല, വല്ലാത്ത ഒരു ചിന്ത, വല്ലാത്ത ഒരു തോന്നൽ, കുറേ ദിവസമായി, കുറേ ആയി മനസ്സിനെ ബാധിച്ചിട്ട്. ആരോട് പറയണമെന്നറിയില്ല, എന്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നറിയില്ല, ഒന്നിനും കഴിയുന്നില്ല. ഈ അലട്ടൽ, ഈ പ്രയാസം, ഒരുപാട് ക്ഷീണം, തളർച്ച എനിക്കുണ്ടാക്കുന്നു. ഇങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ട്? നമുക്ക് തന്നെയും അനുഭവങ്ങൾ ഏറെയുണ്ട്. ഇത് മനസ്സിനെയാണ് ബാധിക്കുക, ശരീരത്തെയല്ല. വസ്വാസ് എന്ന പ്രശ്നം, ഈ പരീക്ഷണം മനസ്സിനെയാണ് ബാധിക്കുക. മനസ്സിന്റെ വിശുദ്ധിക്ക് വിഘാതമുണ്ടാക്കുന്ന, അതിന്റെ സംസ്കരണത്തിന് തടസ്സമുണ്ടാക്കുന്ന വലിയ ഒരു പ്രശ്നമാണിത്. തിരിച്ചറിയൽ നിർബന്ധമാണ്. എനിക്കങ്ങനൊന്നും ഉണ്ടാകൂല, ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല, കരുതാറില്ല, ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. ആ നിലപാടല്ല, മറിച്ച് സൂക്ഷ്മമായ ആത്മാർത്ഥമായ പരിശോധനയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇനിയോ, മനുഷ്യരായ നമ്മുടെ മനസ്സുകളിൽ ദുഷിച്ച ചിന്തകൾ, ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? മിനൽ ജിന്നത്തി വന്നാസ്, രണ്ട് വർഗത്തിലുമുണ്ട്. മനുഷ്യവർഗത്തിലും ജിന്ന് വർഗത്തിലും ശപിക്കപ്പെട്ട ശൈത്വാന്മാരുണ്ട്. തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മളെപ്പോലെയുള്ള ഒരാൾ സുഹൃത്തെന്ന നിലക്ക് സൗഹൃദം പുതുക്കാൻ സമീപിക്കുന്നു, നമ്മുടെ തോളിൽ കൈയിടുന്നു, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഒരു പകല് മുഴുവനായി എന്തൊക്കെയോ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ അവൻ തളച്ചിടുന്നു. നിസ്കാരമില്ല, അതേപോലെ ദിക്റുകളില്ല, പ്രാർത്ഥനകളില്ല, നല്ല കാര്യങ്ങളിലേക്ക് വിളിക്കപ്പെട്ടത് മുഴുവൻ നമ്മൾ തടയുന്നു, അതിന് ചെവി കൊടുക്കുന്നില്ല. ഇവന്റെ മന്ത്രത്തിൽ, ഇവന്റെ വലയത്തിൽപ്പെട്ട് മണിക്കൂറുകൾ ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു. അപ്പോഴും നമ്മൾ പറയാ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ തടയാൻ നോക്കി, ഞാൻ അവരുടെ സംസാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഞാൻ അവിടെ ഒരു സൈഡിൽ, ഒരരികിൽ ഇരിക്കുകയായിരുന്നു. ന്യായീകരണങ്ങൾ ഏറെയുണ്ട്. ഒരിക്കലും സഹോദരങ്ങളെ, ന്യായീകരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ അവസ്ഥകൾ വെളുപ്പിക്കാനും നന്നാക്കാനും നോക്കരുത്. അത് രണ്ടും പാടില്ല. വെളുപ്പിക്കാനും പറ്റില്ല, നന്നാക്കാനും പറ്റില്ല. മറിച്ച് എന്താണ് വേണ്ടത്? അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കി പോവുക എന്നതാണ്. അവിടുന്ന് വിട പറയുക, യാത്രയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങളൊക്കെ നമ്മളിങ്ങനെ പാടി പറഞ്ഞു നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരാൾക്ക് തോന്നുക, അവിശ്വാസം ശരിയല്ലേ, അയാൾ അതിങ്ങനെ പറയാ. ഒരാൾക്ക് തോന്നുക, കപട സ്വഭാവത്തിന് എന്താ കുഴപ്പം? വീട്ടിൽ നല്ല ആള്, അങ്ങാടിയിൽ വേറെ ഒരാള്, കൂട്ടുകാരോടൊപ്പം വേറെ ഒരാള്, ഇതിനിപ്പോ എന്താ കുഴപ്പം? അയാൾ അതിങ്ങനെ പറയാ. ഒരാൾക്ക് സംശയം, എന്ത് കാര്യത്തിലും സംശയം ജനിപ്പിക്കുക എന്നത് അയാളുടെ ശീലമാക്കി മാറ്റുക. നമ്മുടെ മനസ്സിൽ തോന്നുന്ന തെറ്റായ
ദുഷിച്ച ചിന്തകൾ, കാര്യങ്ങൾ, സഹോദരങ്ങളെ, അത് പുറത്തു വരാൻ പറ്റൂല. നമ്മുടെ ചുണ്ടുകൾക്കിടയിലൂടെ, നാവിന്റെ തുമ്പിലൂടെ അത് പുറത്തു വരരുത്. അത് മനസ്സിലവിടെ നിർത്തണം, മനസ്സിലവിടെ നിർത്തണം. എന്നിട്ടോ നമുക്ക് വേണ്ട പരിഹാരം നമ്മൾ കാണണം. നമ്മൾ 4 ആളുകളോട് പറഞ്ഞാൽ അവർ 40 ആളുകളോട് പറയും. 40 ആളുകൾ 400-ലേക്ക് എത്തിക്കും. 400 4000 ആകും. കണ്ടോ, നമ്മുടെ മനസ്സിൽ നിന്ന് പോയ തെറ്റായ ഒരു ചിന്ത, ദുഷിച്ച ഒരു തോന്നൽ എവിടം വരെ എത്തിയെന്ന് നോക്കണം. ഒരുപക്ഷെ നമുക്ക് നമ്മെ തിരുത്താൻ സാധിക്കും. നമ്മൾ കാരണമായി പിഴവിലായവരെ കാണാനോ തിരുത്താനോ ഒരിക്കലും നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് കുറച്ച് സ്വഹാബികൾ വരികയാണ്. അവർ വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, നജിദു ഫീ അൻഫുസിനാ അശ്ശൈഅ, ഞങ്ങളെ മനസ്സിൽ ഒരു തോന്നലുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് മനസ്സിൽ, നുഅള്ളിമു അൻ നതകല്ലമ ബിഹി, അത് പറയുക എന്നതിനെ ഗൗരവത്തോടെ ഞങ്ങൾ കാണുന്നു. മനസ്സിലൊരു വിചാരമുണ്ട്, ഒരു തോന്നലുണ്ട്, അത് പുറത്തു പറയുക എന്നത് വളരെ പേടിയുള്ള, ഗൗരവമുള്ള കാര്യമായി ഞങ്ങൾ കാണുന്നു. മാ നുഹിബ്ബു അൻ ലനാ വഅന്നാ നുകല്ലിമുനാ ബിഹി, ഞങ്ങളത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് പുറത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ നിലക്കുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചവരോട് ചോദിച്ചത്, അവ ഖദ് വജത്തുമൂഹു, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നിങ്ങൾക്ക് അത് പറയാൻ പാടില്ല, എന്റെ മനസ്സിലുള്ളത് പുറത്തു പോകരുത്, എന്താ ഒരു തോന്നലുണ്ടായോ? നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടോ? സ്വഹാബത്ത് പറഞ്ഞു, അതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക സ്വരീഹുൽ ഈമാൻ, ഇതാണ് ശരിയായ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് നിങ്ങൾ എന്നതിന്റെ അടയാളമാണത്. എന്താ സഹോദരങ്ങളെ ഇതിലെ പാഠം? നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു തെറ്റ്, ഒരു ചീത്തയായ ചിന്ത, അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള തടസ്സം എന്താണെന്നറിയോ? നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം. അതിന് തടയണ സൃഷ്ടിക്കണം. അതിനുള്ള ഒരു മറയായി മാറിക്കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണം. അവിടെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന തെറ്റായ ചിന്തകളെ പരിഹരിച്ചെടുക്കാൻ, അതിനുള്ള പോംവഴി കണ്ടെത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുള്ളൂ. മറിച്ച് വിശ്വാസത്തിൽ ഉറക്കാത്തവരാണെങ്കിലോ എല്ലാ കുഫറും പറയും, എല്ലാ ശിർക്കിനെ പറ്റി പറയും, അനാചാരങ്ങളെ അലങ്കരിച്ച് പെരുപ്പിച്ച് പൊലിപ്പിച്ച് ഇങ്ങനെ പറയും. എത്ര ആളുകളായിരുന്നു, എന്താ ദിക്ർ, എന്താ സ്വലാത്ത്, എന്തായിരുന്നു അവിടുത്തെ ഒരു ആത്മീയത, എത്ര ആളുകളാണ് കരഞ്ഞത്. ഈ അനാചാരം കണ്ടപ്പോൾ ശൈത്വാൻ അവൻ അത്ഭുതം തോന്നിപ്പിച്ചു കൊടുത്തു. അവനതങ്ങനെ പറയും. മാത്രവുമല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ദരിദ്രനാകുമോ, ഒന്നുമില്ലാത്തവനാകുമോ എന്ന ഒരു തോന്നൽ വരാതിരിക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാച് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക, നിങ്ങൾക്ക് വാഗ്ദാനം നൽകുക ദാരിദ്ര്യമാണ്. നീ കൊടുത്താൽ കുടുങ്ങും, കൊടുത്താൽ തീർന്നു പോകും, നിനക്കില്ലാതെയാകും. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നതിനെ തടയുന്നവനായി ശൈത്വാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. പിന്നെയോ വയഉമുറുക്കും ബിൽ ഫഹ്ശാ, വേണ്ടാത്തരങ്ങൾ കൽപ്പിക്കും. കാരണം ശൈത്വാന്റെ പ്രകൃതം ഓരോരുത്തരും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ നല്ലതാക്കി കാണിച്ചു കൊടുക്കുക, ഭംഗിയുള്ളതാക്കി അലങ്കാരമുള്ളതാക്കി കാണിച്ചു കൊടുക്കുക എന്നാണ്. കള്ളു കുടിക്കുന്നവന് വിചാരിക്കുക, ഞാനൊരു വെള്ളം കുടിക്കുകയല്ലേ, എന്താ പ്രശ്നം, അതാ അവൻ വിചാരിക്കുക. ശൈത്വാൻ ആ രൂപത്തിലേക്ക് അവനെ മാറ്റിയെടുക്കും. പലിശ വാങ്ങുന്നവൻ വിചാരിക്കുക, പണിയെടുത്താലും കിട്ടുന്നത് ഇതാണ്, പിന്നെന്താ പ്രശ്നം, ഇതെനിക്കൊരു പണിയാണ്, പലിശ കൊടുക്കൽ പണിയാണ്,
പലിശയുടെ കാര്യം എഴുതി വെക്കൽ, അതിന് സാക്ഷ്യം നിൽക്കൽ, അതിന് സംവിധാനമുണ്ടാക്കൽ അതെന്റെ പണിയാണ്. നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തെ വൻ പാപമായി പഠിപ്പിച്ച ഒരു വിഷയത്തെ അവൻ ഒരു ജോലിയുടെ സ്ഥാനത്ത് കണ്ടു. ആരാ അതിലേക്ക് പ്രചോദനം കൊടുത്തത്? ശൈത്വാൻ. ഇത് പിശാചിന്റെ പണിയാ. എന്നാലോ വല്ലാഹു യഇദുകും മഗ്ഫിറ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം തന്നത് മഗ്ഫിറത്താണ്, പാപങ്ങൾ പുറത്തു തരും എന്നതാണ്. വഫദ്ലൻ, അതുപോലെ തന്നെ റഹ്മത്താണ്, ഔദാര്യമാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായി തരുന്നവനാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. സഹോദരങ്ങളെ, ഏത് വാഗ്ദാനത്തെയാണ് നമുക്ക് വേണ്ടത്? ശപിക്കപ്പെട്ട, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ശൈത്വാന്റെ ദുർബലമായ വാഗ്ദാനമാണോ? മോഹപ്പെടുത്തലാണോ നമുക്ക് വേണ്ടത്? അതല്ല, നമ്മുടെ റബ്ബിന്റെ വാഗ്ദാനമാണോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല ശൈത്വാനി, പിശാചിനുണ്ട്. എന്താണ് പിശാചിനുള്ളത്? ലമ്മതൻ ബി ഇബ്നി ആദം, ആദമിന്റെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കരമായി കൂടുതലായി ഇടപഴകാൻ കഴിയുന്ന ഒരവസരമുണ്ട്. അതേപോലെ തന്നെ വലിൽ മലക്കിലമ്മത്തുൻ, മലക്കിനും അല്ലാഹു ആ നിലക്കുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. എന്താണ് ശൈത്വാന്റെ ഇടപെടൽ? ഫൈബആദു ബിശ്ശർറ്, ശൈത്വാൻ നമ്മളെ തിന്മയിലേക്കാണ് വിടുക. അതേപോലെ തന്നെ സത്യത്തെ കളവാക്കുക എന്ന സ്വഭാവത്തിലേക്കാണ് ശൈത്വാൻ കൊണ്ടുപോവുക. മലക്കാണെങ്കിലോ മലക്ക് നമ്മളെ കൊണ്ടുപോവുക ഖൈറിലേക്കാണ്, നന്മയിലേക്കാണ്. അതേപോലെ വതസ്ദീഖും ബിൽ ഹഖ്, സത്യപ്പെടുത്തുന്ന കാര്യത്തിലേക്കാണ്, കളവിലേക്കല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ. സ്വഭാവത്തിലുള്ള അന്തരം നോക്കൂ നിങ്ങൾ. മലക്കുകൾ എന്നത് ലാ യഅസൂനല്ലാഹ മാ അമറഹു, അല്ല കൽപ്പിച്ചത് എതിര് കാണിക്കാതെ നിർവഹിക്കുന്നവരാണ്. ശൈത്വാൻ ആരാണ്? അല്ലാഹുവിന്റെ കൽപ്പനക്ക് തീർത്തും എതിര് നിന്നവനാണ്. അതുകൊണ്ട് പൈശാചികമായ ഒരു തോന്നലോ അലട്ടലോ നിങ്ങൾക്കുണ്ടായാൽ ഉടനെ അല്ലാഹുവിനോട് കാവൽ തേടണം. ഒരു നന്മയിലേക്ക് മനസ്സ് കൊതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലാഹുവിനെ സ്തുതിക്കാൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ശാരീരികമായും മാനസികമായും മനുഷ്യനെ ബാധിക്കുന്ന അലട്ടലുകൾ, പ്രയാസങ്ങൾ, അത് പരിഹരിച്ചെടുക്കാനുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിഹാരങ്ങളെ കണ്ടെത്തി ആവശ്യമായ പരിചരണം എവിടെയാണോ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ വിശ്വാസികളായ ഓരോരുത്തരും സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ ഓരോരുത്തരുടെയും ജീവിതം ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന സാഹചര്യമാണെങ്കിലും വിശുദ്ധ ഇസ്ലാം അവരെ പഠിപ്പിച്ച പരിഹാര മാർഗങ്ങളിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ പരിശ്രമിക്കുന്നവരാകും വിശ്വാസികൾ എന്നത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ പ്രത്യേകമായ നിലക്ക് അല്ലെങ്കിൽ അവിചാരിതമായി ഉണ്ടാകുന്ന തെറ്റായ ദുഷിച്ച തോന്നലുകൾ അതുണ്ടാകും എന്നത് ഉറപ്പാണ്. ജമാഅത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, സകാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ, ഒരു നല്ല ചർച്ചയിൽ, നല്ല പരിപാടിയിൽ
പങ്കെടുക്കുന്ന വിഷയത്തിൽ, ഇങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിക്കപ്പെട്ടാലും പ്രത്യേകമായ അസ്വസ്ഥതയും അലട്ടലുമൊക്കെ അതിൽ നിന്ന് പിറകോട്ട് പോകാൻ, അതിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ കാരണമായി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. എന്താണ് അതിനുള്ള പ്രതിവിധി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചത്, പ്രവാചകരെ പറയുക, വഖുർ റബ്ബി, എന്റെ റബ്ബേ എന്ന് വിളിച്ചു പറയേണ്ടത്, അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന്, തെറ്റായ നിലക്കുള്ള തോന്നലുകൾ, ദുഷിച്ച ചിന്തകൾ, മനുഷ്യ പിശാചുക്കൾ, യഥാർത്ഥ ശൈത്വാന്മാർ നമ്മിലേക്ക് നൽകിയാൽ കാവൽ തേട്ടം ഉറപ്പിക്കണം നമ്മൾ. അഊദു ബില്ലാഹി മിൻ ഹമസാത്തി ശയാതീൻ, ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, ഈ ശൈത്വാന്മാർ സന്നിഹിതരായി എന്നെ സമീപിച്ച് എന്റെ അടുക്കൽ വന്ന് പലതും കുറുകി മന്ത്രിച്ച് എന്നെ മരവിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹ് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഒരിക്കലും കളവുണ്ടാവില്ല, ഒരു ന്യൂനതയും ഇല്ല. അത്രയും വിശുദ്ധമായ അള്ളാഹുവിന്റെ സംസാരമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏത് രംഗത്തും, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, മാതാപിതാക്കൾ മക്കളാകട്ടെ, ജ്യേഷ്ഠാനുജന്മാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, കൂട്ടുകുടുംബങ്ങളാകട്ടെ, നാട്ടുകാരാകട്ടെ, എവിടെയാണോ നമുക്ക് വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ അലട്ടലുകൾ ഉണ്ടാകുന്നത്, അവിടെ സഹോദരങ്ങളെ അനിവാര്യമാക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. ആ നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും നാം എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും കുടുംബപരമായും മതപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.